ഹായ് ഹലോ ഫ്രണ്ട്സ്, മീഷോയിൽ നിന്നും കിച്ചൺ ഫൈൻസിലേക്ക് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറേജ് ബോക്സ് ആണ്. വളരെ കുറഞ്ഞ റേറ്റിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി കൊടുക്കണേ മീഷോയിൽ നിന്നും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറാണ്, മൈക്രോവേവ് സേഫ് ആണ്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ, നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഷേപ്പ് കൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങളുടെ ഫ്രിഡ്ജ് ചെറുതാണെങ്കിൽ പോലും ഇത് വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒരു സ്പേസിൽ ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റും. ഇനിയിപ്പോൾ പച്ചക്കറികൾ വെച്ചാൽ തന്നെ ഈ ഒരു ലൈൻസ് കണ്ടോ, ഇതിങ്ങനെ പോപ്പപ്പായി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പച്ചക്കറികൾ വെച്ച് കഴിഞ്ഞാലും കേടൊന്നും പോവില്ല. അല്ലെങ്കിൽ ഇലകളൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ കറിവേപ്പിലൊക്കെ ഇതിൽ വെച്ചാലും ഇങ്ങനെ ചീഞ്ഞു പോവുകയോ കേട് വന്നു പോവുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഈ ഒരു ഡിസൈന് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കറിയോ അല്ലെങ്കിൽ ചോറോ എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ മൈക്രോവേവ് സേഫ് ആണെന്ന്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഫസ്റ്റത്തെ ഐറ്റം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു സ്പ്രൗട്ട് മേക്കറാണ്. സ്പ്രൗട്ട് മേക്കർ വാങ്ങിക്കുമ്പോൾ സ്മോള്, മീഡിയം, ലാർജ് അങ്ങനെ 3 സൈസായിട്ടാണ് വാങ്ങിക്കാൻ കിട്ടുക. അതിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മീഡിയം സൈസാണ്. മീഡിയം സൈസ് എന്ന് വെച്ചാൽ 2 കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുള്ളൂ. താഴെ നമ്മൾ വെള്ളം വെച്ച് കൊടുക്കണം. അങ്ങനെ സ്പ്രൗട്ട് മേക്കർ വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയ സ്പ്രൗട്ട്സ് ഒന്ന് കാണിച്ചു തരട്ടെ. ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ചെറുപയർ. കണ്ടോ, ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെയും നമുക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റും. സാധാരണ നമ്മളൊക്കെ ഈ ചെറുപയർ മുളപ്പിക്കുന്ന സമയത്ത് നല്ലോണം ഇങ്ങനെ വെള്ളം ഉണ്ടാവും, കൂടാതെ തന്നെ ഒരു വൃത്തികെട്ട സ്മെല്ലായിരിക്കും അല്ലേ. പക്ഷേ ഇത് നോക്കി നോക്ക്, ഒട്ടും വാട്ടർ കണ്ടൻറ്റ് ഇല്ല എന്ന് മാത്രമല്ല നല്ല ഫ്രഷ് ആയിട്ട് ഇതുപോലെ തന്നെ സ്പ്രൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ളത് വെച്ചാൽ, ഫസ്റ്റത്തെ ഈ താഴത്തെ സെറ്റില്ലേ, ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഏകദേശം ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി രണ്ടാമത്തെ സെറ്റിൽ ഞാനിവിടെ കടലയുണ്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിൻ്റെ അടുത്ത് അല്ലാത്ത രീതിയിൽ ഇതുപോലെ ഇടണം. അപ്പോൾ കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ മുളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഈ ഒരു ലെയർ വെക്കുന്ന സമയത്തും ഇവിടെ ഒരു ഹോൾ കണ്ടോ. അപ്പോൾ ഇവിടെ ഈ ഹോളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ലിഡില്ലേ, ഇത് നമ്മളിങ്ങനെ അടച്ച് വെച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ച് വെച്ചിട്ട് ഒറ്റ ദിവസം വെയിറ്റ് ചെയ്താൽ തന്നെ ഇതുപോലെ നല്ല സ്പ്രൗട്ടഡ് ആയിട്ടുള്ള ചെറുപയറോ കടലയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ. അതാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തത്. ഇനി ഈ പ്രൊഡക്റ്റൊക്കെ വാങ്ങിക്കേണ്ട ലിങ്ക്, ഒരൊറ്റ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ ഞാനിതിൽ കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടുന്നതാണ്. ശരിക്കും വെക്കാതുകൊണ്ട് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. ഇതിങ്ങനെ കറക്റ്റ് എയർ ടൈറ്റ് ആയിട്ട് അടയൊന്നും മാത്രമല്ല, നല്ല സ്പ്രൗട്ട്സ്, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 6 പീസ് കോംബോ സെറ്റാണ്. ഫ്രിഡ്ജിൻ്റെ ഡോറിലൊക്കെ നമ്മൾക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വന്നുകൊണ്ട് കുറേ അധികം സാധനങ്ങൾ ഇതിൽ കൊള്ളിക്കാൻ പറ്റും. ഇപ്പോൾ മസാല പൗഡറോ കറി പൗഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറച്ച് യൂസ് ചെയ്തിട്ട് ബാക്കിയൊക്കെ സ്റ്റോർ ചെയ്യാനാണെങ്കിലോ, ഇനിയിപ്പോൾ പച്ചക്കറികളാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നുറുക്കി വെച്ചതോ അച്ചാറുകളോ ഒക്കെ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ബോക്സിന് ഈ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൻ്റെ ഡോറിലൊക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ 6 ബോക്സും നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ ഡോറിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു 6 പീസ് കോംബോക്ക് വളരെ കുറഞ്ഞ റേറ്റ് മാത്രമേ കേട്ടോ വരുന്നുള്ളൂ. എനിക്കേതായാലും ഇത് വാങ്ങിച്ചപ്പോൾ നല്ല യൂസ്ഫുൾ ആണെന്ന് തോന്നി. അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കണ്ടോ, ഇത് നമ്മളിങ്ങനെ അടക്കുന്ന സമയത്ത് എയർ ടൈറ്റ് ആയിട്ട് തന്നെ അടയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ട് അടയുന്നതുകൊണ്ട് തന്നെ നമുക്കിത് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ചാൽ പോലും താഴേക്ക് വീഴൂല. അത്രയും നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 6 പീസ് കോംബോ സെറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് കിച്ചണിലൊക്കെ മസാലകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു കോംബോ സെറ്റ് വരുന്ന ബോക്സാണ്. ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിങ്ങനെ 4 കമ്പാർട്ട്മെൻറ്റ്സ് വരുന്നുണ്ട്. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് സ്പൂൺസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് മെയിനായിട്ട് വാങ്ങിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ പുറത്തൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് ഈ മസാല ബോക്സസ് ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്ത് കൊണ്ടുപോകേണ്ടി വരും. അല്ലെങ്കിൽ പാചകം ചെയ്യുന്ന വിറകടുപ്പിൻ്റെ അടുത്തേക്ക് പുറത്തേക്കായിട്ട് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ബോക്സസ് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ ബോക്സ് കൊണ്ടുപോയാൽ മതി. അല്ലെങ്കിൽ വേണ്ട, ഈ 2 എണ്ണം ഒരുമിച്ച് കൊണ്ടുപോയാൽ മതി. ഇതിൽ മഞ്ഞൾ, ഉപ്പ്, മുളക് അങ്ങനെ എല്ലാ മസാലകളും നമുക്ക് ഈ ഒരു ബോക്സിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അതല്ല, നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഗ്യാസിൻ്റെ അടുത്തായിട്ട് ഇങ്ങനൊരു ബോക്സ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം നമ്മുടെ കൈപ്പാട്ടിൽ തന്നെ കിട്ടുമെന്നുള്ള രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോംബോ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇത് കോംബോ ആണെങ്കിലും ശരിക്കും ഇതിൻ്റെ ഒറ്റൊന്നിൻ്റെ പ്രൈസ് ആയിട്ടോ വരുന്നുള്ളൂ.
കുറഞ്ഞ റേറ്റേ വരുന്നുള്ളൂ. ഇത് സാധാരണ പ്ലാസ്റ്റിക് പോലെയല്ല കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്ലാസ്റ്റിക്കാണ് വരുന്നത്. ഇനിയിപ്പോൾ സ്പൂണാണെങ്കിലും ലോക്കൽ സ്പൂണൊന്നുമല്ല, നല്ല ക്വാളിറ്റി ഉള്ള സ്പൂൺ തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് ഇതാ സ്കൂളിലേക്ക് പോകുന്ന മക്കൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസ് ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലൊക്കെ തലേന്ന് ഭക്ഷണമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് തലേന്ന് തന്നെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റിയിട്ടൊരു കണ്ടെയ്നറാണ് കേട്ടോ. ഇത് മൾട്ടി പർപ്പസ് കണ്ടെയ്നർ സെറ്റാണ്. കണ്ടോ, ഇതിൽ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, ഗ്രീൻ പീസ് അങ്ങനെ ഓരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ ചെറിയൊരു വാഷർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് അടച്ച് വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റും. ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ കട്ട് ചെയ്ത് വെച്ചത് എന്ന് കാണാനും പറ്റും. അങ്ങനെ ഈ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആയതുകൊണ്ടും ഇത്രയും കറക്റ്റായിട്ട് എയർ ടൈറ്റ് ആയതുകൊണ്ടും ഇങ്ങനെ അടയുന്നതുകൊണ്ടും എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികളില്ലേ അത് പിറ്റേ ദിവസമാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഓഫീസിൽ പോകുന്നവരോ അല്ലെങ്കിൽ മക്കൾ സ്കൂളിലേക്കൊക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് കേട്ടോ വരുന്നത്. ട്രാൻസ്പെറൻറ്റ് കളറാണ്, പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ കുറഞ്ഞ റേറ്റിൽ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കിട്ടിയപ്പോൾ വാങ്ങിച്ചതാണ്. നെക്സ്റ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു കണ്ടെയ്നർ. ഇതിൻ്റെ പ്രത്യേകത ഇതും ഇതുപോലെ തന്നെ എയർ ടൈറ്റ് കണ്ടെയ്നർ ആണെന്ന് മാത്രമല്ല, ഇതിലിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കമ്പാർട്ട്മെൻറ്റ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെക്കാനാണെങ്കിലും, ഇനിയിപ്പോൾ മല്ലിച്ചപ്പ്, പുതിന, സവാള അരിഞ്ഞത്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ കട്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബോക്സാണ്. ഇങ്ങനെ സെപ്പറേറ്റ് കണ്ടോ, ഇതിലൊക്കെ ഇങ്ങനെ ഹോൾസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളിത് അടച്ച് വെച്ചാൽ പോലും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ബോക്സാണ് കേട്ടോ. ഇനി ഒരുപാട് ബോക്സുകൾ കൈകാര്യം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഒറ്റ ബോക്സിൽ തന്നെ ഇതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ കുറച്ച് സ്പേസ് മതിയല്ലോ, ഇത്രയും സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ നമുക്ക് വളരെ കുറച്ച് സ്പേസ് മതിയല്ലോ. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കാൻ പറ്റിയിട്ടില്ല, നല്ലൊരു ഐറ്റാണിതെന്ന് തോന്നി. ഇതൊക്കെ പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. പിന്നെ പുറത്തൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഞാനൊരു സ്പൈസ് ബോക്സും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഒരു മസാല ബോക്സ് ആണെങ്കിലും മസാല ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. മോളുടെ ജ്വല്ലറി സെറ്റൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞു പാത്രങ്ങൾ വേണമെന്ന് പറഞ്ഞു. പിന്നെ റിങ്സ് വെക്കാൻ, കമ്മൽ വെക്കാൻ, ക്ലിപ്സ് വെക്കാൻ, പിന്ന് വെക്കാൻ, അങ്ങനെ കുഞ്ഞു പാത്രങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചതാണ്. പക്ഷേ നിങ്ങളിത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിച്ചണിലോ ഇങ്ങനെ മസാലപ്പൊടികൾ ഇടാനായിട്ടും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ പുറത്തൊക്കെ കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ പുറത്ത് വെച്ച് കുക്ക് ചെയ്യാനാണെങ്കിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതും ഇതുപോലെ തന്നെ എയർ ടൈറ്റ് ആയിട്ട് തന്നെയാണ് അടയുക. പക്ഷേ ഒരു കാര്യമുള്ളത് വെച്ചാൽ മറ്റേ ബോക്സിൻ്റെ പോലെ ഇതിങ്ങനെ തല കീഴായി പിടിക്കാൻ പാടില്ല. മസാലകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തല കീഴായി പിടിച്ചു കഴിഞ്ഞാൽ മസാലകൾ കംപ്ലീറ്റ് ഒന്നാവും. അപ്പോൾ നിങ്ങളിത് മസാലയൊക്കെ സ്റ്റോർ ചെയ്തതിനു ശേഷം ഇതുപോലെ വെക്കണം. മസാലയുടെ കാര്യം മാത്രമേ കേട്ടോ, അല്ലാതെ ഇതുപോലെ ക്ലിപ്പൊക്കെ ഇട്ട് വെക്കാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമൊന്നുമില്ല. പിന്നെ നമ്മളിത് വാഷ് ചെയ്യാനാണെങ്കിലും ഈസിയാണ്. ഇതാ ഈ കമ്പാർട്ട്മെൻറ്റ്സ് കംപ്ലീറ്റ് ഒറ്റ ഇതിലെടുക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ വെക്കുകയും ചെയ്യുക. അപ്പോൾ ഇതിൽ ഒറ്റ ടീസ്പൂൺ മാത്രമേ കേട്ടോ വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് മൾട്ടി പർപ്പസ് മസാല ബോക്സ്. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല, ഏതായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത് തന്നെ പറയാം. സാധാരണ ഇവിടെ എപ്പോഴും മസാല ടീ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലെ സ്പൈസസ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതല്ല, സാധാരണ ചായ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ചായപ്പൊടി നമുക്ക് ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് അതൊന്ന് ഒഴിച്ചിട്ട് ചായ കുടിക്കാൻ പറ്റും. കാരണം ഇതിലതൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് മസാല ടീ അല്ലെങ്കിൽ തുളസി ചായ, ചെമ്പരത്തി ചായ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ ചായ ഉണ്ടാക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിങ്ങനെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ മതി. അതിൻ്റെ ഒപ്പം ഇതിൻ്റെ കൂടെ ഒരു ഹുക്ക് ഉള്ളതുകൊണ്ട് തന്നെ പാത്രത്തിൻ്റെ അവിടെ ഇങ്ങനെ ഇതിങ്ങനെ ഹാങ് ചെയ്തിടാനും പറ്റും. ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നതാണ് കേട്ടോ ഇതൊന്ന് വാങ്ങിക്കണമെന്ന്. അങ്ങനെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കൊതിച്ച് വാങ്ങിച്ചിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ നിങ്ങൾ മസാല ടീ ഒക്കെ കുടിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് വാങ്ങി വെച്ചോളൂ കേട്ടോ. വളരെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രൊഡക്റ്റാണ്. പിന്നെ ഇത് ഹാൻഡിൽ ചെയ്യാനും ഈസിയാണ്. ഈ ഒരൊറ്റ ക്ലിപ്പ് ഇങ്ങനെ അഴിച്ചാൽ മതി. അതുപോലെ തന്നെ ഇതിങ്ങനെ ലോക്ക് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് ഇതാ കിച്ചണിലൊക്കെ ഒരുപാടധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നമ്മൾ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, മോമോസ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ പൂവടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചപ്പാത്തിയുടെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ അടപ്പ് വെച്ച് പ്രസ് ചെയ്യാനൊക്കെ നിൽക്കണം. പക്ഷേ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ വക്കൊക്കെ നല്ല മൂർച്ചുള്ള
സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചപ്പാത്തി മാവിൽ ജസ്റ്റ് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്താൽ മാത്രം മതി, നല്ല കറക്റ്റ് ഷേപ്പായിട്ട് ഇതാ ഇത്രയും റേഡിയസിൽ നമുക്ക് വലിയൊരു സർക്കിൾ തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ മോമോസ് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഒരുപാടധികം യൂസ്ഫുൾ ആവും ഈ ഒരു പ്രൊഡക്റ്റ്. ഇനിയിപ്പോൾ നിങ്ങൾ മോമോസൊക്കെ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നവരാണെങ്കിലൊക്കെ ഭയങ്കര ഈസി ആട്ടോ. കാരണം ഒരൊറ്റ റോളിൽ തന്നെ നമുക്കൊരു 10-20 മോമോസ് ഷീറ്റ് നമുക്ക് ഇതുവഴി ഉണ്ടാക്കാൻ പറ്റും. മോമോസ് മാത്രമല്ല, ഇനി പത്തിരി ഉണ്ടാക്കുന്നവർക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കുന്നവർക്കൊക്കെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഇതുവഴി മുറിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. നെക്സ്റ്റ് ഇതൊരു 3 പീസ് കോംബോ സെറ്റാണ് കേട്ടോ. ചിക്കൻ ഗ്രില്ല് ചെയ്യാനോ അല്ലെങ്കിൽ ഫിഷ് ഗ്രില്ല് ചെയ്യാനോ, ഇനി അതും അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ നമ്മൾ ഇങ്ങനെ ഗ്രില്ല് പോലെ ആക്കിയിട്ട് ഇങ്ങനെ പൊള്ളിച്ച് കഴിക്കൂലേ, അപ്പോൾ അങ്ങനെയൊക്കെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഗ്രില്ല് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണിത്. ഇനി നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് തന്നെ ഇനി ചപ്പാത്തിയോ ഫിഷോ എന്താണെങ്കിലും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചെറിയൊരു പ്ലക്കറും കൂടെ വരുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് ഈ ഒരു കോംബോയിൽ ഫ്രീ ആയിട്ട് വരുന്നതാണ് ഈ ഒരു സിലിക്കോൺ ബ്രഷ്. അപ്പോൾ ബട്ടറോ അല്ലെങ്കിൽ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കുഞ്ഞു ബ്രഷാണിത്. അപ്പോൾ ഈ 3 പ്രോഡക്റ്റിൻ്റെ കോംബോക്കും കൂടി ജസ്റ്റ് ഈ ഒരു ഗ്രില്ലിൻ്റെ ക്യാഷ് മാത്രമേ വരുന്നുള്ളൂ. ശരിക്കും ഈ ഒരു ഗ്രില്ല് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു റേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കോംബോ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് റേറ്റ് കുറവാണെന്നും തോന്നി. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നല്ല കനമുള്ള സ്റ്റീൽ തന്നെയാണിത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കോംബോ ആണ് വരുന്നത്. അങ്ങനെ ഈ ഒരു കോംബോ പീസാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇനി ഇന്നത്തെ ലാസ്റ്റ് പ്രൊഡക്റ്റാണ് കാണിക്കുന്നത്. ഇതാ ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഒരുപാടായിട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇത് നമുക്ക് ഒരുപാട് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ടേബിൾ ടോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടുള്ള പാത്രങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ കൊണ്ടുവന്നേക്കാൻ പറ്റും. ഇനി നമുക്കിത് വേണ്ട രീതിയിലൊക്കെ ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേബിൾ ടോപ്പിൽ ഫ്രൂട്ട്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഈ ഷേപ്പിൽ വെച്ചിട്ടും നമുക്ക് ഫ്രൂട്ട്സൊക്കെ വെക്കാൻ പറ്റും. ഇനി അതല്ല കുറച്ചും കൂടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ടേബിൾ ടോപ്പിൽ നമുക്ക് ഫ്ലവർ വൈസൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഏറ്റവും ചെറിയ രീതിയിൽ ഇതാ ഇങ്ങനെയും ആക്കാൻ പറ്റും. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ടേബിൾ ടോപ്പിൽ കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ട്സോ പഴങ്ങളോ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റും. ഇനി ഇതൊന്നുമല്ല, ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ആവിയിൽ എന്തെങ്കിലുമൊക്കെ പുഴുങ്ങിയെടുക്കൂലേ, ചോളനൊക്കെ പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വെന്ത് റെഡി ആയതിനു ശേഷം ജസ്റ്റ് ഇങ്ങനെ കോരിയെടുക്കാനൊക്കെ പറ്റിയിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു മൾട്ടി പർപ്പസ് പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. തീർച്ചയായിട്ടും ഒരു വീട്ടിൽ ഇത് വാങ്ങി വെക്കുന്നത് നല്ലതാണ്. ഞാൻ ഇതേ പ്രൊഡക്റ്റിനെ സെയിം എന്നെ ഉമ്മാക്കൊന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് യൂസേജിന് പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇവിടെ എപ്പോഴും ഇത് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ടേബിൾ ടോപ്പിൽ ഫ്രൂട്ട്സൊക്കെ വെക്കാനാണ്. പിന്നെ ഇങ്ങനെ ഹോളുള്ള കൊട്ടയായതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ കേട് വരില്ല. ഫ്രൂട്ട്സൊന്നും ഒരിക്കലും കേട് വരില്ല. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടുവന്നാൽ ഉടനെ തന്നെ അത് ഇതിൽ നിന്ന് മാറ്റണമല്ലോ, കവറിൽ നിന്ന് മാറ്റണമല്ലോ. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ നേരിട്ട് ഇതിലേക്കാണ് കേട്ടോ വെക്കാറുള്ളത്. പിന്നെ എപ്പോഴും ഇങ്ങനെ ടേബിൾ ടോപ്പിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആവശ്യത്തിനെടുത്ത് കഴിക്കാനും പറ്റും. അങ്ങനെ വാങ്ങിച്ചുള്ളൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റ്സുകളിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ താഴെ ഞാൻ ഒരൊറ്റ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇന്ന് ഞാൻ കാണിച്ച കംപ്ലീറ്റ് പ്രൊഡക്റ്റും അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നെക്സ്റ്റ് ഞാനിനി എങ്ങനത്തെ രീതിയിലുള്ള വീഡിയോസാണ് അല്ലെങ്കിൽ എങ്ങനത്തെ പ്രൊഡക്റ്റാണ് റിവ്യൂ ചെയ്യേണ്ടതെന്നും കൂടി നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.